അതെ ഓ എല്ലാരും വരാമോ? ചെറുക്കൻ്റെ ആയുഷ് വന്നിട്ടുണ്ടേ. അയ്യോ ഞങ്ങൾ അകത്തേ വായിരിക്കും. എല്ലാരും എന്തേ? എല്ലാരും അകത്തോണ്ട് വിളിക്കാം, ഇരുന്നാട്ടെ. ഭയങ്കര. അതെ 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 അതെ. എന്നാ ഞാൻ കൊച്ചിനെ വിളിക്കട്ടെ. കൊച്ചിനെ വിളിക്കാം. നാത്തൂനേ മോളോട്ടിങ്ങ് പോരെ. നോക്കി കണ്ടോണം. കണ്ടു കഴിക്ക. ഫസ്റ്റിലെടുത്ത് കഴിച്ചാൽ ആക്രാന്തമാണെന്ന് തോന്നുന്നു അവർക്ക്. എന്നാലും നീ കെട്ടിക്കയറി വരാനുള്ള ചെറുക്കനല്ലേ, എടുത്ത് കഴിച്ചോടാ. കള ഒരു ലഡു കഴിക്കാം. കഴിച്ചോന്നേ. നാണക്കാരൻ. എന്നാ പേരെന്നാ? കണ്ണൻ. ലഡു എടുത്തോ. നിങ്ങക്ക് കിട്ടിയല്ലേ? ഞാൻ എടുക്കാൻ വന്നപ്പോ അത് എടുത്തോണ്ട് പോയായിരുന്നു. എടുത്ത് കഴിക്കടാ. പിന്നെ എന്നാന്നല്ലോ നമ്മള് പറഞ്ഞു ചെറുക്കനാ എൻ്റെ അമ്മ. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് കിടക്കും. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു തഞ്ചത്തിലങ്ങ് എടുത്തോണം. പ്ലേറ്റ് ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുതേ. ലഡു എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനത് പറയാൻ പറ്റില്ല. ആരും ഉണ്ടാക്കിയതാ? ഞാൻ ഉണ്ടാക്കിയതാ. കൈപ്പുണ്യം എനിക്ക് പണ്ടേ കിട്ടിയിട്ടുണ്ട്. നല്ല മധുരം ഇല്ലല്ലോ എന്റെ കൊച്ചേ. ഞാൻ ഈ സാധനം ഒന്നും കഴിക്കാത്ത, പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ്. ഒരു രക്ഷയില്ല, പാകത്തിന് മധുരം. എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ലേ? അയ്യോ ചെറുക്കനെ കിട്ടിയില്ല, അജീഷിന് കിട്ടിയില്ല. ഞാൻ വന്നായിരുന്നു, 2 വർഷം വന്നായിരുന്നു. അയ്യോ ഒന്നും തോന്നല്ലേ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന്റെ കയ്യിൽ 2 എണ്ണം ആയിപ്പോയി. മേടിച്ചു തരാം. അച്ഛന് ചെറിയൊരു അസുഖം ഉണ്ട് കൈക്ക്. ചൂട് വെച്ചാലേ മാറത്തുള്ളൂ. കോച്ച് പിടിക്കുവേ. കോച്ചിപ്പിടിയിലല്ല, കൊതിയുടെ അത്. അങ്ങനെ അല്ല പിന്നെ 2 എണ്ണം എടുക്കുമല്ലോ ഒരാൾ ഇവിടെ പറ്റിയിരിക്കുമ്പോ. എന്നെക്കാളും വലിയ കൊതി അവനാണ്. ഇത് അവനും എടുത്തേര്. ലേശം പൊടിഞ്ഞിട്ടുണ്ട്. കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. മിടുക്കനാന്ന് പറഞ്ഞായിരുന്നു ആദ്യം. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറ്റി. അങ്ങനെ ലഡു ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അലുവ എടുത്ത് കഴിച്ചാട്ടെ. അലുവ എനിക്ക് വേണം. പോവാൻ നോക്കാം നമുക്ക്. അയ്യോ അങ്ങനെ പറയല്ലേ നിങ്ങള്. നീ വിഷമിക്കാതിരിക്കേ. നിനക്ക് ഞാൻ പോണ വഴിക്ക് ജിഞ്ചർ ജോയ് മേടിച്ചു തരാം. നീ വിഷമിക്കാണ്ടിരിക്കുക കേട്ടോ. നീ അടുത്ത ചടങ്ങ്. അപ്പൊ അതെ, അപ്പൊ അടുത്ത ചടങ്ങുന്നതിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. പെണ്ണും ചെറുക്കനുമായിട്ട്. അല്ല അത് കല്യാണം കഴിച്ചിട്ട് മതി. എന്നത്? അതെ കല്യാണം കഴിച്ചിട്ട് മതി. അത് ചേട്ടാ പെണ്ണും ചെറുക്കൻ സംസാരിക്കണം. സംസാരിക്കണം. കിട്ടുവോ? എന്നാ അല്ല സംസാരിക്കാൻ കിട്ടുമോ നോക്കും. ചേട്ടാ നീ ഒന്നും അടങ്ങു കേട്ടോ. നമുക്കൊന്ന് മാറി നിൽക്കാം. പിന്നെ അതല്ലേ നാട്ടു കിടപ്പത്. അങ്ങനെ നടക്കണം. ഒരു ലഡുവിന് എന്നാ വിലയാ? 10 രൂപ ഉണ്ട് ചേട്ടാ. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി നമ്മൾ 15 ലഡു വാങ്ങിച്ച് നമ്മൾ 2 പേരും ഒരു പട്ടിക്കും കൊടുക്കൂല. സങ്കടം ഉണ്ടല്ലേ ലഡു കിട്ടാത്തേനെ. അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പേ എത്ര പിള്ളേര് വേണമെന്ന് ആഗ്രഹം? അതൊക്കെ ചേട്ടന് ഇഷ്ടം. എനിക്ക് 5 പിള്ളേരെ ഇഷ്ടം. പക്ഷെ ഞാൻ അമ്മായിയാ. അല്ല ഞാനത് പിന്നെ ഞാൻ അമ്മയാ. എനിക്ക് പിള്ളേരില്ല. ഞങ്ങളുടെ വീട്ടിലെ കൊച്ചായോണ്ട് പറയുമല്ല. നല്ല ഒന്നാന്തരമായിട്ട് ഇവിടെ പാടും. നല്ലൊരു കലാകാരിയാ. പാടുവോ? പറയണേ. അയ്യോ എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ട് ഭയങ്കര ഇഷ്ടാ. എന്നാ നമുക്കൊരു പാട്ട് പാടാം. ഏത് പാട്ടാ പാടുന്നത്? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടി. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടത്. മറ്റേ ഇതല്ലേ ഞാൻ പറഞ്ഞില്ലേ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗവേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കൃഷ്ണ. കൃഷ്ണ 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 കൃഷ്ണ
കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഏറുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരൻ ശ്രീരാഗമേ നിന്നെ ഉൾകിയുറക്കാൻ മറന്നു കണ്ണൻ. എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ഇഷ്ടപ്പെട്ടോ? മിണ്ടി പോരുത്. നിന്റെ പാട്ട് കാരണം അതൊരു മരണ വീടായി. ഈ സാഹചര്യത്തിലേ ഞാൻ എന്റെ ഗംഗ അങ്ങ് പിടിച്ചാലോ?